أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كلا إذا بلغت التراقي وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق فلا صدق ولا صلى ولكن كذب وتولى. صدق الله العلي العظيم. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ആദ്യമായി ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നാം ചർച്ച ചെയ്തു പോരുന്നത്. നഫ്സുൻ തയ്യിബ, ഏറ്റവും നല്ല ആത്മാക്കളുടെ അള്ളാഹുവിലേക്കുള്ള യാത്രയെക്കുറിച്ച് കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ ഉണർത്തിയിരുന്നു. വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. സ്വന്തം ആത്മാവിനെ സംസ്കരണ വിധേയനാക്കി അല്ലെങ്കിൽ സംസ്കരിച്ച് ആത്മസംസ്കരണത്തിൽ വിജയം പ്രാപിച്ചവൻ വിജയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ആര് ആ ആത്മാവിനെ ശരിതെറ്റുകൾ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ ശേഷിയുള്ള അവൻ്റെ മനസ്സിനെ, ആത്മാവിനെ ആര് കളങ്കപ്പെടുത്തിയോ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനെ പരാജിതൻ്റെ ഒരു ജീവിതത്തിൽ നിന്നുള്ള മരണത്തിലേക്കുള്ള യാത്രയുണ്ട്. ആ മരണത്തിലേക്കുള്ള യാത്രയും മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനും അത്തരം ഒരു യാത്രയെ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. അത്തരം പരാജിതരുടെ മരണയാത്രയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അറിയാം, ഒരുപാട് മനുഷ്യരുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മരണത്തെ ഒട്ടും പ്രതീക്ഷിക്കാത്തവരാണ്. പക്ഷെ മരിക്കുമെന്നറിയാം, പക്ഷെ ആ മരണത്തെ അവർ പ്രതീക്ഷിക്കാത്തവരാണ്. ഇപ്പോഴില്ല എന്ന് വിചാരിക്കുന്നവരാണ്. അതിനിനിയും സമയമുണ്ട് എന്ന് ധരിക്കുന്നവരാണ്. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതം തന്നെ ഉള്ളൂ, അതുകൊണ്ടത് പരമാവധി അങ്ങ് ആസ്വദിച്ച് കളയാമെന്ന് തീരുമാനിച്ചവരാണ്. ഖുർആൻ പറഞ്ഞ പോലെ ഇൻഹിയ ഇല്ലാ ഹയാത്തുന ദുനിയാ നമൂതു വനഹിയ വമാ നഹ്നു ബിമബഊസീൻ. യഥാർത്ഥത്തിൽ ഇനിയൊരു പുനരുത്ഥാന നാളൊന്നും വരാനിരിക്കുന്നില്ല. ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് കിട്ടിയത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ജീവിതത്തെ അങ്ങ് ആസ്വദിച്ച് കളയാം എന്ന് വിചാരിച്ച ആളുകളാണ്. മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് മരണത്തെക്കുറിച്ച് അവർക്ക് ധാരണയുണ്ട്. അതേസമയം ഇനിയും അവരെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ ഉപരി അവരെ സംബന്ധിച്ചിടത്തോളം ഇഹലോക ജീവിതം അവരെ ഏതോ അർത്ഥത്തിൽ വല്ലാതെ സ്വാധീനിച്ച് കളഞ്ഞ ആളുകളാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ ദുനിയാവിനെ കുറിച്ച് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, നിങ്ങൾ സൂക്ഷിക്കണം, അത് ചതിയാണ് എന്ന് പറയുന്നുണ്ടല്ലോ. ആ ചതിയിൽപ്പെട്ടു പോയ ആളുകളാണ്. അവർ നിസ്കരിക്കുന്നുണ്ടാവും, പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി മരണത്തെക്കുറിച്ചും അവർക്ക് ബോധമുണ്ട്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അവർക്ക് ബോധമുണ്ട്. പക്ഷെ അതിനുവേണ്ടി തയ്യാറെടുക്കാൻ അവരെ സംബന്ധിച്ചിടത്തോളം ഇഹലോക ജീവിതവുമായി ബന്ധപ്പെട്ട അവരുടെ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ അവർ വിസ്മരിച്ചു പോയ ആളുകളാണ്. അങ്ങനെയുള്ള വ്യത്യസ്ത തട്ടിലുള്ള ആളുകൾ, അഥവാ മരണത്തിന് വേണ്ടി കരുതലില്ലാതെ പോയ ആളുകൾ, മരണത്തിന് വേണ്ടി തയ്യാറെടുക്കാതെ പോയ ആളുകൾ, മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടി വരുമ്പോൾ അവർ പതറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അവർ ഒരിക്കലും ഒരുങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ അവർ ഇത്ര വിചാരിച്ചിട്ടില്ല, അവരല്ലെങ്കിൽ ഇത്ര ഈ സമയത്ത് അവർ പ്രതീക്ഷിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ കർമ്മങ്ങൾ അവർക്ക് അത്തരം ഒരു മടക്കയാത്രക്ക് മതിയായതല്ല എന്ന സ്വഭാവത്തിലാണ് ആളുകൾ മരണത്തിൻ്റെ ഘട്ടത്തിൽ വെപ്രാളം കാണിക്കുക. നാളത്തേക്ക് ഒരു കരുതലും വെക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം മലക്കുൽ മൗത്ത് അസ്രായീലിനെ അയാൾക്ക് നേരിടാൻ കഴിയില്ല. പടച്ചോനോടുള്ള ബാധ്യത അയാൾ നിർവഹിച്ചിട്ടുണ്ടാവില്ല. അഥവാ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അയാൾക്ക് നിഷ്ഠയില്ല, നോമ്പിൻ്റെ കാര്യത്തിൽ അയാൾക്ക് നിഷ്ഠയില്ല. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് അയാളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിട്ടില്ല. അതോടൊപ്പം തന്നെ പടപ്പുകളോടും അയാളൊരു ബാധ്യതയും നിർവഹിച്ചിട്ടില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഉറ്റവരുണ്ട്, അയാളുടെ ഉടയവരുണ്ട്, അയാളുടെ അയൽക്കാരുണ്ട്, അയാളുടെ ചുറ്റും സമൂഹമുണ്ട്. അവരോടൊന്നും അയാൾ ഒരു ബാധ്യതയും പൂർത്തീകരിച്ചിട്ടില്ല. പടച്ചോനോടുള്ള ബാധ്യതയും തീർത്തിട്ടില്ല, പടപ്പുകളോടുള്ള ബാധ്യതയും തീർത്തിട്ടില്ല. അയാൾക്ക് വേണ്ടി മാത്രം ജീവിക്കുകയും അയാൾക്ക് വേണ്ടി മാത്രം ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്ത ആളാണ്. അയാളും അസ്രായീൽ വരുന്ന ഒരു ഘട്ടത്തിൽ
അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മരണത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ല. ഖുർആൻ നമ്മോട് പറയുന്നുണ്ടല്ലോ, സൂറത്തുൽ മുനാഫിഖൂനിന്റെ അവസാന ഭാഗം നിങ്ങൾ കണ്ടിട്ടില്ലേ? വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. മരണം നിങ്ങൾക്ക് വന്നെത്തും, അതുകൊണ്ട് മുമ്പേ നിങ്ങൾക്ക് അള്ളാഹു തന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം. നിങ്ങളുടെ സ്വത്തിൽ നിന്നല്ല പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം. എന്തിനു മുമ്പ്? നിങ്ങൾക്ക് മരണം വന്നെത്തുന്നതിന് മുമ്പ്. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, ഫയഖൂലു റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. അന്നേരം നിങ്ങൾ പറയും, എന്നേരം മരണം നിങ്ങളുടെ തൊണ്ടയിൽ വന്ന് നിങ്ങളുടെ റൂഹിനെ പിടികൂടുന്ന ഘട്ടത്തിൽ നിങ്ങൾ പറയും, പടച്ച റബ്ബേ, കുറച്ചും കൂടി എനിക്ക് നീട്ടി തന്നിരുന്നുവെങ്കിൽ ഞാൻ ഞാൻ സ്വതക്ക കൊടുക്കുന്നു. അന്നേക്ക് നിങ്ങൾ വെക്കരുത്. നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നാഥൻ നൽകിയതിൽ നിങ്ങൾ ചെലവഴിക്കണം. മരണം നിങ്ങളെ പിടികൂടുന്ന ഘട്ടത്തിൽ നിങ്ങൾ പറയും, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. അന്നേരം ഞാൻ സ്വതക്ക കൊടുത്തോളാന്ന് പറയും. പക്ഷെ ഖുർആൻ അവിടെ തന്നെ മറുപടി പറയുന്നുണ്ട്, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അവധി വന്നെത്തിയാൽ ആ അവധിയിൽ നിന്നും ഒരണു അളവ് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കുകയില്ല എന്ന്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഭയന്നുകൊണ്ട് മാറി നിൽക്കുന്ന, തിരിഞ്ഞോടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മരണം നമ്മുടെ മുഖാമുഖം നിൽക്കുന്ന ഒരു സമയം വരാനുണ്ട്. എൻ്റെ മുഖാമുഖം എൻ്റെ മരണം വന്ന് നിൽക്കുന്ന ഒരു സമയം എനിക്കുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ആ സന്നേരം നമ്മൾ ഒരുങ്ങാത്തവരാണ് എങ്കിൽ ആ മരണം നമുക്ക് ഭയാനകമാണ്, ആ മരണം നമുക്ക് ഭീകരമാണ്. ഖുർആൻ പറഞ്ഞല്ലോ, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖികും. നിങ്ങൾ ഭയപ്പെട്ടുകൊണ്ട് ഓടുന്ന മരണം ഉണ്ടല്ലോ, എന്താണ് ചികിത്സ? ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ കൺസേൺ ആകുന്നത് എപ്പോഴാണ്? മരണം എന്ന് പറയുന്ന ഒരു വിളിയാളത്തെക്കുറിച്ചുള്ള ഓർമ്മ വരുമ്പോഴാണ്. ആ ഒരു ഘട്ടത്തെക്കുറിച്ച് ഖുർആൻ പറയാം, നിങ്ങൾ മരണത്തെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെട്ടുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മരണമുണ്ടല്ലോ, ഫഇന്നഹു മുലാഖികും, നിങ്ങൾ അതിനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ ഫയുനബ്ബിയുകും ബിമാ കുൻതും തഅമലൂൻ. അതിനുശേഷം നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നിങ്ങൾ ഹാജരാക്കും. നിങ്ങളുടെ എല്ലാ കണക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കണക്കാക്കി തരും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ പഠിപ്പിക്കുകയാണ്. അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ എന്നെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ സേഫാണോ എന്ന് ഞാനാണ് ആലോചിക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും അത്തരം ഒരു മരണത്തെ മുഖാമുഖം നമ്മൾ നേരിടേണ്ടി വരുന്ന ഘട്ടത്തിൽ നമ്മൾ സേഫാണോ എന്ന് നമ്മൾ ഓരോരുത്തരുമാണ് ആലോചിക്കേണ്ടത്. നമുക്കൊക്കെ ഒരു ധാരണയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പണം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തിൻ്റെ കുറവാണ് എനിക്കുള്ളത്? എനിക്ക് സമ്പത്തുണ്ട്, അതുപോലെ തന്നെ ഹെൽത്ത്, എൻ്റെ ആരോഗ്യം വളരെ പെർഫെക്റ്റാണ്. ഞാൻ ഫുൾ ബോഡി ചെക്കപ്പ് നടത്തിയിട്ടും ഒരു കുഴപ്പവും എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഫിസിക്കലി എനിക്ക് കാണാൻ പറ്റുന്നില്ല. പവറോ അധികാരം എനിക്കുണ്ട്. അപ്പം ഭൗതികമായ എല്ലാ അർത്ഥത്തിലും എല്ലാ ചെക്കപ്പിലും ഞാൻ 100% അതുകൊണ്ട് ഞാൻ സേഫാണ് എന്ന് നമ്മൾ പല ആളുകളും വിചാരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ. ആളുകളോട് പറയുന്നുണ്ട് ഖുർആൻ, ആളുകൾ ഇങ്ങനെ പണം ഒരുമിച്ച് ഇങ്ങനെ കൂട്ടിയിട്ട് എന്നിട്ട് അതിങ്ങനെ എണ്ണി നോക്കിയിട്ട് യഹ്സബു, അവൻ വിചാരിക്കുന്നു, അന്ന മാലഹു, അവൻ്റെ ഈ സ്വത്ത്, അഖ്ലദ, അവന് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബേസാണ് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഖുർആൻ പറയാണ്, കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ. ആ ധാരണ നിന്നെ നരകത്തിലേക്കാണ് കൊണ്ടെത്തിക്കുക എന്ന് വളരെ കൃത്യമായി ഖുർആൻ നമ്മോട് പറയാൻ. നമ്മൾ പലപ്പോഴും പറയാറുള്ളൊരു ചരിത്രമാണ് അലക്സാണ്ടർ ചക്രവർത്തിയുടെ കഥ. 20-ാമത്തെ വയസ്സിൽ രാജാവായി ലോകം വെട്ടിപ്പിടിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ചക്രവർത്തിയാണ് അലക്സാണ്ടർ ചക്രവർത്തി ലോകം വെട്ടിപ്പിടിക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ഓട്ടത്തിനിടയിൽ അമ്മ സുഖമില്ലാതെ കിടന്ന് അമ്മയുടെ അടുത്ത് പോലും എത്താനാവാതെയാണ് അദ്ദേഹം അവസാനം അന്ത്യയാത്ര നടത്തുന്നത്. പക്ഷേ അലക്സാണ്ടർ ചക്രവർത്തി രോഗിയാകുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് വേണ്ടിയുള്ള ചികിത്സ ഒരുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ട് അദ്ദേഹം അന്ത്യയാത്ര നടത്തുന്നതിന് മുമ്പ് അദ്ദേഹം തൻ്റെ കൂടെയുള്ള ആളുകൾക്ക് കൊടുക്കുന്ന 3 നിർദ്ദേശമുണ്ട്. ആ 3 നിർദ്ദേശം എന്താണെന്നല്ലേ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഈ മൃതദേഹം വഹിക്കാൻ നിങ്ങൾ ചുമതലപ്പെടുത്തേണ്ടത് ഡോക്ടർമാരെയും നഴ്സുമാരെയുമാണ്. എനിക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റ് നടത്തിയ എല്ലാ മെഡിസിൻ ബാക്കപ്പോടും കൂടി നിങ്ങൾ ഏറ്റവും പ്രഗത്ഭരായ, അന്ന് ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടേഴ്സാണ് അദ്ദേഹത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അവരായിരിക്കണം എൻ്റെ മൃതദേഹം വഹിക്കുന്നവർ. രണ്ടാമത് അദ്ദേഹം കൊടുത്ത നിർദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ മൃതദേഹം വഹിച്ചു കൊണ്ടുപോകുന്ന വഴിയെ ഞാൻ സമ്പാദിച്ച മുഴുവൻ മുത്തും പഴവ്യവും അതുപോലെ തന്നെ രത്നങ്ങളും ഗോൾഡും എല്ലാം നിങ്ങൾ ഉപതരണം.
മൂന്നാമത് അദ്ദേഹം കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ എൻ്റെ 2 കൈകളും നിങ്ങൾ പുറത്തേക്കിടണം. അലക്സാണ്ടർ ചക്രവർത്തി എന്ന് പറയുന്ന ലോകം കീഴടക്കിയ മനുഷ്യനും മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നുവെന്നും ആ മരണത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ അദ്ദേഹം സമ്പാദിച്ച സമ്പാദ്യത്തിനോ ലോകത്തെ ഏറ്റവും നല്ല ഡോക്ടർമാർക്കോ ഒന്നും കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മടക്കയാത്ര വെറും കൈയോടുകൂടിയാണ് എന്ന് ലോകം അറിയട്ടെ എന്ന് അദ്ദേഹം തീരുമാനിച്ചതാണ്. നമ്മളൊക്കെ അവസ്ഥ അതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സേഫാണ് എന്ന് പറയുന്നിടത്ത് നമ്മൾ എത്രമാത്രമാണ് സേഫ് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. തുടർച്ചയായ പനി വന്നു അല്ലേ, ചില റിപ്പോർട്ട് നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ നമ്മളൊക്കെ ഞെട്ടിപ്പോകാറുണ്ട്, നല്ല ഹെൽത്തിയായ. അതുകൊണ്ടാണ് ഡോക്ടർ മുസ്തഫ സിബായി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് ഹോസ്പിറ്റൽ സന്ദർശിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആരോഗ്യം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുക. നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ജയിലൊന്ന് സന്ദർശിക്കണം. അപ്പോഴാണ് നിങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ വാല്യൂ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ RCCയിൽ ഒന്ന് സന്ദർശിക്കണം എന്നാണ് ഞാൻ പറയുക. എന്താണ് നമ്മുടെ ഹെൽത്തിൻ്റെ ഗ്യാരണ്ടി എന്ന് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. തുടർച്ചയായി പനി വന്നു അല്ലേ, ചില ആളുകൾ അങ്ങനെയാണ് പറയുക. ആദ്യം പനി വന്നു, പിന്നെയും മാറി, പിന്നീട് വന്നു, പിന്നെയും വന്നു, പിന്നെയും മാറി. പിന്നീട് ടെസ്റ്റ് നടത്തുമ്പോഴാണ് ബ്ലഡ് ക്യാൻസറാണ്. ക്യാൻസറിന് നിന്ന് ട്രീറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ, പഴയതുപോലെയല്ല. പക്ഷെ അത് 4th സ്റ്റേജിലാണ് അല്ലെങ്കിൽ 5th സ്റ്റേജിലാണ്. ആ ഘട്ടത്തിൽ നമ്മൾ എത്തുന്നൊരവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആളെങ്ങനെയാ? ആളൊരു കുഴപ്പമില്ല, ശരീരത്തിൽ എവിടെയോ ഒരു മുഴ, അത് ബയോപ്സിക്ക് അയച്ചാൽ നമ്മുടെ നെഞ്ച് പടക്കും. അതിൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരിക? അതെന്തായിരിക്കും റിസൾട്ട്? അതല്ലേ നമ്മുടെ അവധി എന്ന് പറയുന്നത്? അത്രയല്ലേ നമ്മൾ സേഫാണെന്ന് പറയുന്നത്? അത്രയല്ലേ നമ്മുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത്, കാലിൽ വല്ലാതെ നീര് കണ്ടു, പിന്നീട് നോക്കുമ്പോഴാണ് 2 കിഡ്നി ഫെയിലാണ്. എന്തോരം ഓട്ടം ഓടിയ ആളാണ്. ഇന്ന് ഡയാലിസിസ് എന്ന് പറയുന്നത് നോർമലൈസ് ചെയ്യപ്പെട്ട ഒരു കേരളീയ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എത്ര ഡയാലിസിസ് മെഷീൻ നിങ്ങൾ സൗജന്യമായി ഏർപ്പെടുത്തി കഴിഞ്ഞാലും മതിയാകുന്നില്ല എന്നിടത്ത് നമ്മൾ എത്തി. കാരണം എന്താ? അവിടെയാണ് മനുഷ്യൻ്റെ ആരോഗ്യത്തിൻ്റെ ഹെൽത്തിൻ്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അവിടം വരെയാണ്. അപ്പം അത്തരം ഒരു ന്യൂസ് വരുമ്പോൾ പെടഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ? അപ്പം ആലോചിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരുത്തരും ഒരു ഇടിമിന്നലേറ്റ പോലെ മരണത്തെ മുഖാമുഖം കാണുന്ന ഘട്ടത്തിൽ അന്താളിച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖിയാമയിൽ അത്തരം മരണത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഖുർആൻ പറയുന്നത്. അതെന്തിനാ ഖുർആൻ പറയുന്നത്? അങ്ങനെ നമ്മൾ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ നമ്മൾ അബദ്ധത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, വേണ്ട കേട്ടോ. ഇതാ ബലത്തി തറാഖി വക്കീലമൻ റാഖ്, നിങ്ങളുടെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തിക്കഴിഞ്ഞാൽ മനുഷ്യൻ അലമുറയിട്ട് പോകും. വക്കീലമൻ റാഖ്, റാഖ് എന്ന് പറയുന്നത് റുഖിയ എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ്, അറബി പദത്തിൽ നിന്നാണ് റാഖ് വരുന്നത്. ഒരു മന്ത്രവും ഇനി ബാക്കിയില്ല എന്നാണ്, ഒരു തന്ത്രവും ഇനി ബാക്കിയില്ല എന്നാണ്, ഒരു ഓപ്ഷനും ഇനി ബാക്കിയില്ല എന്നാണ്. അഥവാ തൻ്റെ റൂഹ് തൻ്റെ തൊണ്ടക്കുഴിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. വക്കീലമൻ റാഖ്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വളന്ന അന്നഹുൽ ഫിറാഖ്. ഈ മരിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത, എത്ര മനുഷ്യനാണെങ്കിലും മരണം, അതിൻ്റെ മരണവേദന തുടങ്ങിയാൽ അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് അവസാനമാണ്, ഇത് അവസാനമാണ്, ഞാൻ പോകുകയാണ്, എൻ്റെ യാത്രയാണ്. ആ ഘട്ടത്തിൽ മനുഷ്യൻ പറയും വളന്ന അന്നഹുൽ ഫിറാഖ്. അവൻ മനസ്സിലാക്കും ഇത് അവൻ്റെ യാത്രയാണ്, അവസാനത്തെ യാത്ര, അവൻ്റെ കുടുംബത്തിൽ നിന്നുള്ള യാത്ര, അവൻ്റെ സമ്പത്തിൽ നിന്നുള്ള യാത്ര, അവൻ്റെ സൗകര്യത്തിൽ നിന്നുള്ള യാത്ര. അവൻ സേഫാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന എല്ലാ സേഫ്റ്റിയിൽ നിന്നുമുള്ള അവൻ്റെ യാത്ര. അവൻ്റെ കാല് കണങ്കാലുമായി പിളരും, മരണവേദന കൊണ്ട് കാല് കണങ്കാലുമായി പിളർന്നുകൊണ്ടിരിക്കും. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാക്ക്. അത് അള്ളാഹുവിലേക്കുള്ള അവൻ്റെ മടക്കയാത്രയുടെ ദിവസമാണ്. എന്നിട്ട് അയാളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, ഫലാ സ്വദ്ദക വലാ സ്വല്ല. അയാൾ ഒരിക്കലും അള്ളാഹുവിനെ സത്യപ്പെടുത്തിയിട്ടില്ല. വലാ സ്വല്ല, അയാൾ ഒരിക്കലും നമസ്കരിച്ചിട്ടില്ല. വലാകിൻ കദ്ദബ വതവല്ല, അവൻ അള്ളാഹുവിനെ കളവാക്കുകയും അതുപോലെ തന്നെ പിന്തിരിഞ്ഞു കളയുകയും ചെയ്യുന്നവരാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ്. മരണത്തിൻ്റെ മുഖാമുഖം നിൽക്കുന്ന ഘട്ടത്തിൽ അങ്ങേയറ്റം വിരൽ കളിക്കുന്ന ഒരുപാട് മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. മരിക്കാൻ അവന് കൂട്ടാക്കൂല. കാരണം മരിക്കാൻ കൂട്ടാക്കാത്തത് അവന് മരണാനന്തരമുള്ള ജീവിതത്തിലേക്ക് അവൻ്റെ കയ്യിൽ സമ്പാദ്യമായിട്ട് ഒന്നുമില്ല എന്നുള്ളത് കൊണ്ടാണ്. അവൻ്റെ കയ്യിലിരിപ്പോണ്ട് കൂടിയാണ്. ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ. മരണാസന്നമാകുന്ന മനുഷ്യൻ്റെ ഒരു മനസ്സ് തേങ്ങുമ്പോൾ ആ തേങ്ങലിൻ്റെ തേട്ടം എന്താണെന്ന് ചോദിച്ചാൽ, പടച്ചോനെ ഒരവസരം എനിക്ക് തരണമെന്നാണ്, അള്ളാഹ് എനിക്കൊരു അവസരം തരണമെന്നാണ്. വയസ്സെത്രയാണ്? 80 ആണ്, വയസ്സെത്രയാണ്? 70 ആണ്, വയസ്സെത്രയാണ്? 60 ആണ്.
വയസ്സെത്രയാണ്? 50ആണ്. 50 കൊല്ലം ജീവിക്കാൻ അനുവാദം കൊടുത്ത ഒരു മനുഷ്യൻ 50ാമത്തെ വയസ്സിൽ റൂഹ് പിടികൂടുന്ന ഘട്ടത്തിൽ അവൻ്റെ ഉള്ളിലെ തേങ്ങലിൻ്റെ തേട്ടം, പഠിച്ചവന് ഒരവസരം കൂടി എനിക്ക് തരണേ എന്നാണ് ഖുർആൻ പറയുന്നുണ്ട്. അതിൻ്റെ മറുപടി ലഅല്ലി അഅ്മലു സ്വാലിഹൻ ഫീമാ തറക്തു, അങ്ങനെ എനിക്ക് തന്നാൽ ഞാൻ അമല് ചെയ്തോളാം റബ്ബേ. അള്ളാഹു പറയുന്നുണ്ട് കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതൊരു പായുവാക്കാൻ അള്ളാഹുവിനറിയാം. അവസാന ഘട്ടത്തിലുള്ള ആ വർത്താനം ഒരു പായുവാക്കാൻ. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, നമ്മൾ ചില സന്ദർഭത്തിൽ കാണാറില്ലേ, ഏറ്റവും അവസാനം കൈവിട്ടുപോയി എന്ന് തോന്നുന്ന ഘട്ടത്തിൽ പറയും ഇനി അവസരം കിട്ടിയാൽ ഞാൻ നന്നാവും. അയാൾക്ക് അവസരം കിട്ടിയാൽ നന്നാവാറുണ്ടോ? അവസരം കിട്ടിയാൽ അവന് മറന്നു പോകാറാണ് പതിവ്. അങ്ങനെ ഒരുപാട് കേസ് നമ്മുടെ മുമ്പിലുണ്ട്. അത് അള്ളാഹ്ക്കറിയാം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് അവധി വന്നെത്തിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തൂല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അതുകൊണ്ടാണ്. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗതി വൽ മലായികത്തു ബാസിത്തു ഐദീഹിം അഖ്രിജു അൻഫുസക്കും. അങ്ങനെ ധിക്കാരിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണവെപ്രാളത്തിൽ അയാൾ അകപ്പെട്ട് കഴിഞ്ഞാൽ മാലാഖമാർ വന്നിട്ട് അവരുടെ കരങ്ങൾ അവർക്ക് നേരെ നീണ്ടു കഴിഞ്ഞാൽ അവരോട് പറയും നിങ്ങൾ ആത്മാക്കളെ വിട്ടുതരിക. അൽയൗമ തുജ്സൗന അദാബൽ ഹൂനി, മരണാസന്നനാകുന്ന ഘട്ടത്തിൽ മാലാഖമാരുടെ അഭിസംബോധന രീതിയാണ്. അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, എന്താണ്? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഇതൊരു നല്ല ആത്മാവിനെ മാലാഖമാർ അഭിമുഖീകരിക്കുന്ന അഭിസംബോധന രീതിയാണ്. നല്ല സംതൃപ്തി അടഞ്ഞ സമാധാനമടഞ്ഞ ആത്മാവെ, നീ സ്വർഗത്തിലേക്കുള്ള നിന്റെ യാത്ര ഇതാ ആരംഭിക്കുകയാണ്. ഇത് നല്ല ആത്മാക്കളോടുള്ള മാലാഖമാരുടെ അഭിസംബോധന രീതിയാണ്. രണ്ടാമതൊന്ന്, നിന്റെ ആത്മാവിനെ ഇങ്ങനെ വിട്ടുതരിക, ഇങ്ങോട്ട് വിട്ടുതരിക, നിനക്ക് നീ അള്ളാഹുവിനെ കളവാക്കിയതിൻ്റെ ദുരന്തം നീ അനുഭവിച്ചു കൊള്ളുക എന്ന് അയാളോട് പറയുമെന്നുള്ളതാണ്. നേരത്തെ ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചത് നല്ല ആത്മാക്കളുടെ അള്ളാഹുവിലേക്കുള്ള യാത്രയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിനടുത്തിരുന്ന് തൻ്റെ കൂടെയുള്ള സഹാബാക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞ ഒരു സുന്ദരമായ ഒരു പരാമർശം എന്ന് പറയുന്നത്, ഒരു കൂജയിൽ നിന്ന് മറ്റൊരു കൂജയിലേക്ക് വെള്ളം ഒഴിക്കുന്ന പോലെ ആ റൂഹിനെ അള്ളാഹു കൊണ്ടുപോകുന്നതാണ്. രണ്ടാമത്തേത് അതേ ഹദീസിന്റെ തന്നെ തുടർച്ചയിൽ പറയുന്നത്, വഇന്നൽ അബ്ദൽ കാഫിറ ഇദാ കാന ഫി ഇൻഖിതാഇ മിനദ് ദുനിയ വഇഖ്ബാലി മിനൽ ആഖിറ നസല ഇലൈഹി മിനസ് സമാഇ മലായിക. മനുഷ്യൻ, മരണം മറന്ന മനുഷ്യൻ, മരണാനന്തര ജീവിതം മറന്ന മനുഷ്യൻ, ജീവിതത്തിൽ ദുശ്ചര്യകൾ കൊണ്ട് സമ്പന്നനായ മനുഷ്യൻ, അവന്റെ വിയോഗത്തിന്റെ ഘട്ടത്തിൽ മാലാഖമാർ അവന്റെ അടുക്കലേക്ക് വരും. ഫയഖൂലു യാ അയ്യത്തുഹൻ നഫ്സുൽ ഖബീസ, ഏറ്റവും മോശപ്പെട്ട ആത്മാവേ, ഇഖ്റുജി ഇലാ സഖത്തി മിനല്ലാഹി വഗളബിൻ, നിന്റെ മേൽ അല്ലാഹുവിന്റെ കോപമുണ്ട്, ആ കോപത്തിലേക്കാണ് നിന്റെ യാത്ര. പിന്നെ ഒരാൾ മരിക്കുമ്പോഴെങ്ങനെയാണ് വപ്രാളല്ലാണ്ടിരിക്കുക? നിന്റെ അല്ലാഹുവിന്റെ കോപത്തിലേക്കാണ് നിന്റെ യാത്ര. എന്നിട്ടാണ് അതിനെ വേർപ്പെടുത്തുക. അതിനെക്കുറിച്ച് നേരത്തെ കൂജയിൽ നിന്ന് വെള്ളമൊഴിക്കുന്നത് പോലെ എന്നതിൻ്റെ ഒരു മറൂപമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ആത്മാവിനെ പിടികൂടുക, നനഞ്ഞ പഞ്ഞിക്കടയിലൂടെ ഇരുമ്പ് തണ്ട് വലിക്കുന്ന പോലെ എന്നാണ് ഉപമ. അല്ലെങ്കിൽ നനഞ്ഞ പഞ്ഞിക്കെട്ടുകൾക്കിടയിലൂടെ മുള്ളു വലിക്കുന്നത് പോലെ എന്നാണ് ഉപമ. അത് വലിച്ചെടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. നനഞ്ഞ പഞ്ഞിക്കെട്ടുകൾക്കിടയിൽ നിന്ന് ഇരുമ്പ് തണ്ട് വലിച്ചൂരുന്ന പോലെ ശരീരത്തിൽ നിന്ന് ആ ഇരുമ്പ് തണ്ടും ആ മുള്ളും വലിച്ചൂരുമ്പോൾ അതിലൊരുപാട് പഞ്ഞിക്കെട്ടിൻ്റെ അംശങ്ങൾ അവശേഷിക്കും. എന്ന പോലെ അതികഠിനമായ സ്വഭാവത്തിൽ നിന്റെ റൂഹിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുൽ മൗത്ത് അസ്റായീലിലൂടെ പിടികൂടപ്പെടുമെന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പിന്നെ ആത്മാവിനെ കൊണ്ടുപോകുന്ന വഴികളെ കുറിച്ച് പറയുന്നുണ്ട്. ആകാശ കവാടങ്ങൾ പോലും അയാൾക്ക് മുമ്പിൽ കൊട്ടിയടക്കപ്പെടുമെന്ന് പറയുന്നുണ്ട്. ഫയസ്അദൂന ബിഹാ ഫലാ യമറുന ബിഹാ അലാ മലഇൻ മിനൽ മലായിക ഇല്ലാ ഖാലു മാ ഹാദർ റൂഹുൽ ഖബീസ. ആളുകൾ റഹ്മത്തിന്റെ മാലാഖമാർ ഈ ആത്മാവുമായി വരുന്ന മാലാഖമാരോട്, മലക്കുകളോട് ചോദിക്കും, ഇതാരുടേതാണ് ഈ മോശപ്പെട്ട ആത്മാവ് എന്ന് ചോദിക്കുമ്പോൾ ഫയഖൂലൂന, അവർ പറയും, ഫുലാൻ ബിൻ ഫുലാൻ ബി അഖ്ബഹി അസ്മാഇഹി അല്ലതി കാന യുസമ്മ ബിഹാ ഫി ദുനിയ. ദുനിയാവിൽ അയാൾ വിളിക്കാറുണ്ടായിരുന്ന ഏറ്റവും മോശപ്പെട്ട പേര് വിളിച്ചിട്ട് പറയുന്നത് ഇന്നാളുടേതാണ്. എന്നിട്ട് ആകാശകവാടങ്ങൾ
കവാടങ്ങൾ അടക്കപ്പെടും. എന്നിട്ടാണ് മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാം ആകാശത്ത് വന്നു ഫയുസ്തഫ്തഹു ലഹു, എന്നിട്ട് ആകാശ കവാടങ്ങൾ തുറക്കാൻ ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ ഫലാ യുഫ്തഹു ലഹു, അത് തുറക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞിട്ട് മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിശുദ്ധ ഖുർആനിലെ ഈ വചനം പാരായണം ചെയ്തു എന്നുള്ളതാണ്. ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറു അൻഹാ, അല്ലാഹുവിനെ കളവാക്കുകയും എന്നിട്ട് അഹങ്കാരത്തോടുകൂടി ജീവിതത്തിൽ ദുനിയാവിനെ പൂജിച്ച് ജീവിക്കുകയും ചെയ്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ അയാൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നതല്ല. വലാ യദ്ഖുലൂനൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കപ്പെടുകയുമില്ല. ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാതി വകദാലിക നജിദുൽ മുജ്രിമീൻ, ഏതുപോലെ എന്ന് ചോദിച്ചാൽ സൂചിയുടെ ദ്വാരത്തിലൂടെ ഒട്ടകം പ്രവേശിക്കുന്നത് എത്രമാത്രം അസാധ്യമാണോ അവിധം അയാൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കൽ അസാധ്യമാണ് എന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പാരായണം ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കണം, നമ്മൾ ഏത് മരണമാണ്? ഒരു പൂജയിൽ നിന്ന് മറ്റൊരു പൂജയിലേക്ക് പാനീയം പാലാപന ചെയ്യുന്നത് പോലെ, പാനീയം ഒഴുക്കുന്നത് പോലെ അതല്ല, പഞ്ഞിക്കെട്ടിനകത്ത് നിന്ന് മുള്ളുകെട്ട് വലിച്ചെടുക്കുന്ന ഭീകരമായ സ്വഭാവത്തിൽ മരണത്തിനൊരുങ്ങാതെ നമ്മൾ പോണോ? മരണത്തിനൊരുങ്ങിയിട്ട് നമ്മൾ പോണോ? ഇതൊരു വിശ്വാസിയുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ടാണ് കവി പറഞ്ഞത് തസവ്വത് മിനത് തഖ്വാ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി, നീ നിന്റെ തഖ്വ കൊണ്ട് നീ പാഥേയം ഉണ്ടാക്കണം, തഖ്വ കൊണ്ട് നീ പാഥേയം ഒരുക്കണം. ഫഇന്നക ലാ തദ്രി, നിനക്കറിയുകയില്ല, ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി, രാത്രി ഇരുട്ടിയാൽ പുലരാൻ നീ ഉണ്ടാകുമെന്ന് നിനക്ക് ഉറപ്പില്ല. രാത്രി ഇരുട്ടിയാൽ പുലരാൻ നീ ഉണ്ടാകുമെന്ന് നിനക്ക് ഉറപ്പില്ല. എന്നിട്ട് കവി തുടരുന്നുണ്ട്, ഫകം മിൻ ഫതാ അംസാ വ അസ്ബഹ ലാഹികൻ വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി, എത്രയെത്ര ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരാണ് രാവും പകലുമില്ലാതെ ചിരിച്ചു കളിച്ച് വിനോദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി, അവൻ അറിയില്ല അവൻ കളിക്കുന്ന കളിയിടത്തിന്റെ, ക്ലബിന്റെ അല്ലെങ്കിൽ ടർഫിന്റെ തൊട്ടപ്പുറത്തെ ടെക്സ്റ്റൈൽസിനകത്ത് അവൻ്റെ കഫപ്പുടവ മില്ലിൽ നിന്ന് തയ്യാറാക്കി അവന് പാകപ്പെട്ട് പാക്കഡായി തൊട്ടടുത്ത കടയിൽ അവനെ കാത്തിരിക്കുന്നുണ്ട് എന്ന കാര്യം അവൻ അറിയുന്നില്ല എന്ന് കവി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയുന്നത് വകം മിൻ ശുആരിൻ യുർതജാതുലു ഉംരിഹിം വഖദ് ഉദ്ഖിലത് അജ്സാമുഹും ദുൽമത്തൽ ഖബരി. നമ്മൾ പലപ്പോഴും കൊച്ചുകുട്ടികളെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് എത്ര കുട്ടികളാണ്. നിങ്ങൾ ആ കുട്ടികളെ കാണുമ്പോൾ നിങ്ങൾ ഒരുപാട് ജീവിതായുസ് അവർക്ക് പ്രതീക്ഷിക്കാറുണ്ട്. നമ്മൾ കൊച്ചുകുട്ടികളെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഓൻ വലിയ ആളാകും, വലിയ ആളാകുമ്പോൾ ഞാൻ മരിച്ചു പോയിട്ടുണ്ടാകും, നമ്മൾ പറയാറില്ലേ? അതിനെക്കുറിച്ചാണ് കവി പറയുന്നത്, മോനെ നിങ്ങൾ യുർത്തജാതൂല ഉംരിഹിം, നിങ്ങൾ വലിയ ആയുസ് പ്രതീക്ഷിക്കുന്ന മക്കൾ. എന്നിട്ട് പറയുന്നുണ്ട് വഖദ് ഉദ്ഖിലത് അജ്സാമുഹും ദുൽമത്തൽ ഖബരി, ഒരു പക്ഷേ ആ കുഞ്ഞു ബാല്യങ്ങൾ വരെ ഈ ഖബറിന്റെ ഇരുളറയിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് വകം മിൻ അറൂസിൻ സയ്യനൂഹാ ലിസൗജിഹാ വഖദ് ഖുബിലത് അർവാഹുഹും ലൈലത്തുൽ ഖദ്രി, എത്രയെത്ര മണവാളന്മാരാണ് വിവാഹം നിശ്ചയിക്കപ്പെട്ടു, എന്നിട്ട് എല്ലാ അർത്ഥത്തിലുള്ള ഒരുക്കങ്ങളുമായി മരണം അയാളെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ അയാൾ കാണുന്നുണ്ട്. എന്നിട്ട് ഈ കവി പറയുന്നുണ്ട് വഖബ് ഖുബിലത് അർവാഹും ലൈലത്തുൽ ഖദ്രി, പക്ഷെ അതിനു മുമ്പേ അവൻ്റെ ആത്മാക്കളെ നിശ്ചയിക്കപ്പെട്ട സമയത്ത് പിടികൂടുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ മരണവേളയിൽ, മരണത്തിന് ശേഷം ഞാൻ വീട് സന്ദർശിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കൊച്ചനുജൻ നിഹാൽ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനാണ്, യൂണിവേഴ്സിറ്റിയുടെ അടുത്താണ്. അവനെ സംബന്ധിച്ചിടത്തോളം നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ. വിവാഹം നിശ്ചയിച്ചു, നിക്കാഹ് നിശ്ചയിച്ചതിൻ്റെ തൊട്ട് മുമ്പാണ് അവന് സ്ട്രോക്ക് ഉൾപ്പെടെയുള്ള രോഗാതുരനായി അവൻ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നത്. നിക്കാഹിൻ്റെ ദിവസം നിക്കാഹ് നടന്നില്ല, പക്ഷേ അത് കഴിഞ്ഞിട്ട് നിക്കാഹിന് ബാക്കി നിൽക്കാതെ അവൻ അള്ളാഹുവിലേക്ക് യാത്രയായി. അവൻ്റെ വിവാഹം സ്വർഗത്തിലാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ മരണത്തിന്റെ കഥ ഇതാണ്. നമ്മളൊരു നിക്കാഹിനെ കുറിച്ച് ചിന്തിച്ചാൽ എന്തെല്ലാം സ്വപ്നങ്ങൾ ഒരാൾക്കുണ്ടാകും, എന്തെല്ലാം ആഗ്രഹങ്ങൾക്ക് ഒരാൾക്കുണ്ടാകും, എന്തെല്ലാം സന്തോഷം ആ കുടുംബത്തിലുണ്ടാകും. പക്ഷേ ആ മണവാളന്റെ മണവാട്ടിയുമായി ചേരുന്നതിനുള്ള പുതുവസ്ത്രം അണിയുന്നതിന് മുമ്പ് 3 കഷ്ടം കഫപ്പുടവയിൽ 6 കാലുള്ള വാഹനത്തിൽ 6 അടി മണ്ണിലേക്കുള്ള യാത്ര നടത്തേണ്ടി വരും.
എന്നത് നമ്മൾ എപ്പോഴോ മറന്നു പോകാറില്ലേ സഹോദരന്മാരെ? അതല്ലേ ജീവിതം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് കവി പറയുന്നുണ്ട്, വക്കം മിൻ സ്വഹീഹിൻ മാത്ത ഗൈറ ഇല്ലത്തിൻ. എത്രയെത്ര നല്ല ആരോഗ്യമുള്ള മനുഷ്യരാണ് യാത്രയാകുന്നത്, എത്രയെത്ര ആരോഗ്യമുള്ള മനുഷ്യരാണ് യാത്രയാകുന്നത്. വക്കം മിൻ സഖീമിൻ ശഹീനൻ മിനദ്ദഹരി. മരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഇഞ്ചിഞ്ചായി വേദന അനുഭവിച്ച് മരണമാണ് പടച്ചോനെ എനിക്ക് ഹൈറെങ്കിൽ മരണം തരണേ എന്ന് കൊതിച്ചു കഴിഞ്ഞുകൂടുന്ന ആളുകൾ കാലങ്ങളായി രോഗാതുരമായി രോഗശയ്യയിൽ കിടന്നുകൊണ്ടിരിക്കെ അവരുടെയൊക്കെ അവലംബമാകുന്ന ചുറുചുറുക്കുള്ള എത്ര മക്കളും പേരമക്കളുമാണ് അവരെ നോക്കി നിൽക്കെ മരണപ്പെട്ടു പോകുന്നത് എന്ന് കവി പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാ, എപ്പോഴാണ് നമുക്കറിയില്ല. അതുകൊണ്ട് മരണം എന്ന് പറയുന്നത് ഏറ്റവും നല്ല ആത്മാക്കളുടെ യാത്ര പോലെ യാത്ര നടത്തണമെങ്കിൽ നമുക്കതിനെക്കുറിച്ച് മുന്നറിവ് മനസ്സിലാക്കി നമ്മൾ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. അമീർ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, വലൗ അന്നാ ഇദാ മിത്നാ തുരിക്നാ ലകാനൽ മൗതു റാഹത കുല്ല ഹയ്യിൻ വലാകിന്നാ ഇദാ മിത്നാ ബുഇസ്നാ വനുസ്അലു ബഅദ ദാഅൻ കുല്ലി ഷൈഇൻ. മരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതോടുകൂടി എല്ലാം തീരുമായിരുന്നുവെങ്കിൽ ജീവിതം കുറച്ചുകൂടി റാഹത്താണ്, ഒന്നും ചിന്തിക്കേണ്ടതില്ല. നേരെ മറിച്ച് വലാകിന്നാ ഇദാ മിത്നാ ബുഇസ്നാ, ഞാൻ മരിച്ചാൽ എൻ്റെ ജീവിതത്തിന് വീണ്ടും പുനരുജ്ജീവിപ്പിക്കാം, എനിക്ക് വിചാരണയുണ്ട്, പുനരുദ്ധാന നാളുണ്ട് എന്ന് എങ്കിൽ വനുസ്അലു ബഅദ ദാഅൻ കുല്ലി ഷൈഇൻ, എല്ലാം എന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം, കണക്ക് പറയേണ്ട ഒരു കാലമുണ്ട് എന്നാണെങ്കിൽ ജീവിതത്തെക്കുറിച്ചുള്ള കരുതൽ അനിവാര്യമാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള അങ്ങേയറ്റത്ത് ഉയർന്ന ബോധം നമുക്കും മാറ്റാനാകാത്ത ഒരവധിയുണ്ടെന്ന ബോധം നമുക്കുണ്ടാകേണ്ടതാണ്. ഇന്നലെ 2025 കഴിഞ്ഞു, 2026 എത്രയേറെ അത്താഹ്ലാദത്തോടു കൂടിയാണ് നമ്മൾ ആഘോഷിച്ചത്. പക്ഷേ ആ ഒരു 2025 പൊഴിഞ്ഞു വീഴുമ്പോൾ നമ്മൾ ആരെങ്കിലും ആലോചിച്ചോ, എൻ്റെ ജീവിതത്തിൽ നിന്നൊരു വയസ്സ് കഴിഞ്ഞു, ഞാൻ എന്ത് നേടി എന്ന ചിന്ത? ഇന്ന് 2026 ജനുവരി 2 ജനുവരി 2 എൻ്റെ മനസ്സിൽ തറക്കുന്ന ഒരു ഡേറ്റാണ് വ്യക്തിപരം. എൻ്റെ ഉപ്പ മരിച്ചത് ജനുവരി 2-നാണ്. ജനുവരി 2014 ജനുവരി 2-നാണ് എൻ്റെ ഉപ്പ മരണപ്പെടുന്നത്. 2014 ജനുവരി 1 എൻ്റെ ഉപ്പ ആരോഗ്യവാനാണ്. ജനുവരി 2 രാവിലെ പെട്ടെന്നുള്ള മരണമാണ്. ഇങ്ങനെ ഒരുപാട് ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നമ്മൾ ഒരു വർഷം മാറുമ്പോൾ നമ്മൾ ആ വർഷത്തെ ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ ആത്മപരിശോധനയും അനിവാര്യമാണ്. പുതിയ കലണ്ടർ തൂക്കി നിങ്ങൾക്ക് ആർക്കാണ് അറിയുക ആ കലണ്ടറിൽ എൻ്റെ ഡെത്ത് ഡേറ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ടോ? കഴിഞ്ഞ കലണ്ടറിൽ എൻ്റെ ഡേറ്റ് അടയാളപ്പെടുത്താത്തതുകൊണ്ട് ഞാനുണ്ട്. കലണ്ടറിൽ കാണുന്ന ഡേറ്റ് ഒരു പക്ഷേ ഞാൻ ജനുവരി 2 പറഞ്ഞ പോലെ ഏതോ ഒരു ഡേറ്റ്, എൻ്റെ ഡെത്ത് ഡേറ്റ് ആ കലണ്ടറിൽ, പുതിയ കലണ്ടറിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടോ? അറിയില്ലല്ലോ സഹോദരന്മാരെ. ആ അവധി നാളെയാണോ? അറിയില്ലല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് ആ ബോധം നമ്മുടെ ജീവിതത്തിന്റെ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട നമുക്കെല്ലാവർക്കും പുതുവർഷാഘോഷത്തിന്റെ ഘട്ടത്തിലും ഉണ്ടാകേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹാസിബു ഖബല അൻ തുഹാസബു വഅസിനു അഅമാലക്കും ഖബല അൻ തൂസന അലൈക്കും. നിങ്ങളെ വിചാരണ ചെയ്യുന്ന പരലോകത്തിന് മുമ്പ് നിങ്ങളെ വിചാരണ നടത്തണം. നിങ്ങളുടെ അമലുകൾ തൂക്കപ്പെടുന്ന പരലോകത്തിന് മുമ്പ് നിങ്ങളുടെ അമലുകളെ ഒന്ന് കണക്കാക്കി നോക്കണം. ഒരു കൊല്ലം കഴിയാണ്, 2025 ലാഭനഷ്ടം നിങ്ങൾ കണക്കൂട്ടിയല്ലോ, അതുപോലെ തന്നെ ടാക്സ് അടച്ചല്ലോ, വരുമാനത്തെക്കുറിച്ച് വിലയിരുത്തിയല്ലോ, ലാഭമാണോ നഷ്ടമാണെന്ന് ഉറപ്പുവരുത്തിയല്ലോ, ബിസിനസിന്റെ സ്റ്റാറ്റസ് എന്താ നിങ്ങൾ എല്ലാവരും എടുത്തല്ലോ, അതുപോലെ തന്നെ കടത്തിരുന്ന് നോക്കിയല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ 2025 പരലോകത്തേക്കുള്ള കണക്കെടുപ്പ് എത്ര പേരാ നടത്തിയത്? എൻ്റെ അമലിൽ ഞാൻ താഴോട്ടാണോ, ഞാൻ മുകളിലേട്ടാണോ, അള്ളേറ്റ് ഞാൻ അടുക്കാണോ അകലാണോ? ഇതും ഇതിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് കവി പറഞ്ഞത്, തഖാതു ഖൽബുൽ മർഇ ഖായിലത്തുൻ ലഹു ഇന്നൽ ഹയാത തഖായികും വസവാനി. കലണ്ടർ എന്ന് പറയുന്നത് കലണ്ടറല്ല, മണിക്കൂറുകൾ എന്ന് പറയുന്നത് മണിക്കൂറുകളല്ല, ആ ക്ലോക്കിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷങ്ങൾ എന്ന് പറയുന്ന നിമിഷങ്ങളല്ല, അതാണ് നിന്റെ ജീവിതം എന്ന് കവി പറയുന്നുണ്ട്. തഖാതു ഖൽബുൽ മർഇ ഖായിലത്തുൻ ലഹു, അവൻ്റെ ഹൃദയമിടിപ്പ് അവനോട് പറയുന്നുണ്ട്, ഇന്നൽ ഹയാത തഖായികും വസവാനി, യഥാർത്ഥത്തിൽ ഓരോ മിടിപ്പുമാണ് നിന്റെ ആയുസ് എന്ന് പറയുന്നത്. ആ മിടിപ്പ് നിലക്കുന്നതാണ് നിന്റെ ആയുസിന്റെ അവസാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് എൻ്റെ ജീവിതാന്ത്യം എന്ന് തീരുമാനിക്കുന്നിടത്ത്
എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ഹെൽത്തിയായ സന്ദർഭത്തിൽ എനിക്കും ഒരു തീരുമാന അധികാരമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ തീരുമാനിക്കണം. എന്നിട്ട് നമുക്ക് സ്വയം ആത്മനിയന്ത്രണം പാലിക്കണം. ആ അർത്ഥത്തിൽ നഫ്സുൻ തയ്യിബ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞ പിന്നെ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന് പറഞ്ഞ സമാധാനം പ്രാപിച്ച ആത്മാവെ സ്വർഗത്തിലേക്കുള്ള യാത്ര തുടങ്ങുക എന്ന് പറഞ്ഞ റഹ്മത്തിൻ്റെ മാലാഖമാരോടൊപ്പമുള്ള ഏഴാനാകാശത്തേക്കുള്ള റവാഹകളുടെ യാത്രയോടൊപ്പം യാത്ര ചെയ്യാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.